തേജ്, ഞാൻ അങ്ങോട്ട് വന്നോട്ടെടാ. നീ ബിസി ആണോടാ? നീ കാണുന്നില്ലേ? നീ വന്നതിന്റെ ഉദ്ദേശം എന്താ? നിന്നെ ദേവരാജ് പറഞ്ഞു വിട്ടതാണോ? പപ്പയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നിന്റെ തന്തയ്ക്ക് ഏതു നേരവും എന്നെ കണ്ടോണ്ടിരിക്കണമല്ലോ. അങ്ങേർക്ക് ഇത് തലക്ക് സുഖമില്ലേ? ഏതു നേരം ഞാൻ അയാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ഞാൻ എന്താ അയാളുടെ ഭാര്യയോ? എടാ, പപ്പയ്ക്ക് എന്തോ സീരിയസ് മാറ്റർ സംസാരിക്കാനാടാ. സീരിയസ്? ഞാൻ കുറെ കേട്ടതാ അങ്ങേറ്റെ. ഇന്നല്ലേ മീറ്റിംഗ്? ഇത് കഴിഞ്ഞിട്ട് റെഡി ആവണം. അതിനിടയിൽ കൂടെ നീ പപ്പയും കൂടെ ഒന്ന് ചെന്ന് കണ്ടേക്കടാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചോ? ആക്കും പോലെ മതി, ധൃതിയില്ലല്ലോ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ചെല്ലു. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? നീ പോവാനായി റെഡിയായോ? നീ വല്ലതൊക്കെ കഴിച്ചോ? കാര്യം എന്താന്ന് വെച്ചാൽ പറ. പിന്നെ ഞാൻ അവനെ പറഞ്ഞു വിട്ടായിരുന്നല്ലോ. മാറ്ററിലേക്ക് വാ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ചുമ്മാ ആപ്പൂപ്പ വർത്താനം പറഞ്ഞ് കളയാൻ എൻ്റെ കയ്യിൽ സമയമില്ല. ഞാൻ പറഞ്ഞു വന്നത്, നിനക്കൊരു PA വെക്കുന്ന കാര്യം. സ്റ്റോപ്പ് ഇറ്റ് അങ്കിൾ. ഇതും കൂടെ കൂട്ടി നിങ്ങൾ എത്രാമത്തെ തവണയാണ് ഇത് തന്നെ എന്നോട് പറയുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ, എനിക്കൊരു PAയുടെ ആവശ്യമില്ല. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ഒരാളുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല. ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു PAയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാണുന്ന സാമ്രാജ്യങ്ങളെല്ലാം ഞാൻ ഒറ്റക്ക് പടുത്തുയർത്തിയതാ. ഇനി അങ്ങോട്ടും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇക്കാര്യവും പറഞ്ഞ് ഇനി എൻ്റെ അടുത്തേക്ക് വരണമെന്നില്ല. വന്നിട്ടൊരു പ്രയോജനവും ഇല്ല. ദാറ്റ്സ് ഇറ്റ്. മിസ്റ്റർ സായി അദ്വൈത് ദേവരാജ്, പറ്റുവാണെങ്കിൽ നിന്റെ പപ്പയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇമാതിരി ചീഞ്ഞ കേസുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന്. വല്ല കാര്യം ഉണ്ടായിരുന്ന പപ്പേ? അല്ല, ഈ കണ്ടതൊക്കെ അവൻ ഒറ്റ ഓടി നടന്ന് ചെയ്ത് കണ്ടപ്പോൾ ഒരു PA കൂടെ ആയാൽ അവനൊരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് കരുതി. എൻ്റെ പൊന്നു പപ്പേ, 3-4 വർഷമായിട്ട് പപ്പ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ പറഞ്ഞതല്ലേ അവന് PAയുടെ ആവശ്യമില്ലെന്ന്. പിന്നെ ഇങ്ങനെ പറഞ്ഞ് അവൻ്റെ വായിരിക്കുന്ന കേൾക്കാൻ നിൽക്കുന്നതിന് പപ്പേ. ഇനിയും പപ്പ ഇത് ആവർത്തിച്ചാൽ മിക്കവാറും അവന് പപ്പയെ തല്ലിക്കൊല്ലും. അന്നേരം അയ്യാ മോനെ തല്ലിക്കൊല്ലുന്നെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കില്ലേ? അവൻ വല്ലതും കഴിച്ചായിരുന്നോ? എന്നത്തെ പോലെ കുറേ പുല്ലുവേലയും കാടിവെള്ളമൊക്കെ കുടിച്ച് പോയിട്ടുണ്ട്. എന്നാലേ ഞാൻ പോട്ടെ, ഇന്ന് മീറ്റിംഗ് ഉള്ളതാ. എങ്ങാനും ലേറ്റ് ആയാലേ ഇപ്പം പോയ തേജവിക് മഹേന്ദ്ര ഉണ്ടല്ലോ, അവൻ്റെ റിസ്കിൽ എനിക്ക് ടിക്കറ്റ് എടുത്തു തരും പരലോകത്തേക്കേ. അതുകൊണ്ട് ഞാൻ പോട്ടെ. പപ്പയ്ക്ക് ഇന്ന് പോകണ്ടേ? പോണം. ചേച്ചി, ദേ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്ത് കുടിക്കായിരുന്നല്ലോ. ദേ സമയം എപ്പോഴേ പോയി. ഇനിയിപ്പോ ടൈമില്ലെന്നും പറഞ്ഞ് ചായ കുടിക്കാതെ പോവാനല്ലേ, അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചത്. അതെടുത്ത് കുടിച്ചിട്ട് പോ ചേച്ചി. ഞാൻ കുടിച്ചോളാം. പിന്നെ ചേച്ചി തിങ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടില്ലേ? എല്ലാം ഞാൻ ഇന്നലെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ചേച്ചി വേഗം ചായ കുടിച്ചിട്ട് ഇറങ്ങാൻ നോക്ക്. ആ ബസ്സിന് നേരവും കാലമില്ല, അത് പോയാൽ പിന്നെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിയാ, ഞാൻ ഇറങ്ങാം. പിന്നെ ചെറിയമ്മ വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ അച്ഛനെ നീ മരുന്ന് കൊടുക്കണേ. അതൊക്കെ ഞാൻ ചെയ്തോളാം ചേച്ചി. ഇപ്പൊ ചെല്ലാൻ നോക്ക്, ബസ് പോയാൽ പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ ഇറങ്ങാം. പിന്നെ തനു, 2 സൈഡിലെയും വാതിലൊക്കെ അടച്ചിട്ടിരിക്കണേ, ആര് വന്നാലും തുറക്കണ്ട. ചേച്ചി, അതൊക്കെ ഞാൻ ചെയ്തോളാം. ചേച്ചി ഇപ്പൊ പോവാൻ നോക്ക്. Good morning, sir. Let's start the meeting. Okay, sir. Where is the project file? I don't pay for mistakes. Get out. I'm sorry, sir. I don't want any explanations. I said get out. Calm down, Tej. Small issue അല്ലേ, വിട്ടേക്ക്. You don't interfere. അപ്പൊ മീറ്റിംഗ് ഇന്നില്ലെന്ന്. What are you looking at? All of you get out. എന്തായി ചേച്ചി? അത് നടക്കില്ല. അതിന് ഡിഗ്രി പോരാന്ന്.
അപ്പൊ അവര് ഡിഗ്രി മതിയെന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങോട്ട് വിളിപ്പിച്ചത്. ഇപ്പൊ പറയാ ഡിഗ്രി പോരാ, PG-യുടെ ആണോന്ന്. സാരല്ല, ഇനി വേറെ നോക്കാം. പക്ഷെ കഷ്ടമായി പോയി. അത് വീട് വേണേ. എവിടെ ചെറിയമ്മ? അമ്മ മാത്രണ്ട്. ഇതും കിട്ടിയില്ലല്ലേ മോളെ? ഇല്ല ചെറിയമ്മേ, ഇനി വേറെ നോക്കണം. മോളിരിക്കെ, ഞാൻ ചായ എടുക്കാം. ഞാൻ ഇന്ന് കുളിച്ചിട്ട് വരാം. അങ്കിൾ, എനിക്ക് സ്ഫിയറക്സ് മഹേന്ദ്ര വേണം. ഇതിപ്പോ പെട്ടെന്നൊക്കെ വന്ന് ചോദിച്ചാൽ എടുത്തു തരാൻ പറ്റുന്ന സാധനമാണോ? പെട്ടെന്നല്ലല്ലോ, 2 വർഷത്തോളമായിട്ട് ഞാൻ ഇത് തന്നെയല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് മൈ മോംസ് പ്രോപ്പർട്ടി. അതെന്തിനാ നിങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? അതിന്റെ കാര്യത്തിൽ എനിക്ക് നിന്നെ വിശ്വാസമില്ല തേജ്. അത് നിന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാ. അതങ്ങനെ തകർക്കാൻ എന്നെ കൊണ്ടാവില്ല. വാട്ട് ഐ സേയിങ് അങ്കിൾ? ഞാൻ എന്ത് തകർക്കുന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? തേജ്, അങ്ങനെയല്ല. KVO ഗ്രൂപ്പുമായിട്ട് പണ്ട് തൊട്ട് കൊളാബറേറ്റ് ചെയ്തു വരുന്ന ഒരു സ്ഥാപനം ഇത്. ഈ സ്ഥാപനം ആരുടെ പേരിലാണോ അവർക്ക് അനന്തരാവകാശികൾ വേണം. എനിക്കിപ്പോ അതുണ്ട് സായി. എന്നാ അത് നിന്റെ പേരിലേക്ക് വരുമ്പോ നിനക്ക് അനന്തരാവകാശികളില്ല. കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന നിനക്ക് ഇവിടുന്ന് അനന്തരാവകാശികൾ. സോ അത് KVO ഗ്രൂപ്പിന് പോവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നിനക്ക് തരാൻ പറ്റില്ല. വാദി സ്ഫിയറക്സ് നിനക്ക് വേണമെങ്കിൽ നീ കല്യാണം കഴിക്കണം. മാരേജ് നോട്ട് ഹാപ്പനിങ്. എങ്കിൽ പിന്നെ ഈ കാര്യം നീ അങ്ങ് മറന്നേക്ക്. തേജ്, നല്ലോണം ആലോചിക്ക. Oh shit! Marriage? Oh, I hate that. ദേവി, എനിക്ക് നീയല്ലാതെ വേറെ ആരുമില്ല. എന്നെ നിനക്കറിയില്ലേ മറ്റാരെക്കാളും? ഞാനൊരു പാവമല്ലേ? പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? എന്റെ അച്ഛനെ നോക്കാൻ വേറെ ആരുമില്ല. എനിക്ക് ഈ ജോലിയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തി തരണേ. എന്താ മാഡം, ഇന്റർവ്യൂവിന് അകത്താളെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ. ശരി. ഇനി ആരെയും അകത്തോട്ട് കയറ്റിവിടണ്ട. ഓക്കെ സർ. മാഡം, ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്റർവ്യൂ ക്ലോസ് ആയി. അപ്പോ ഇനി എനിക്ക് ചാൻസ് ഇല്ലേ? ഇല്ല മാഡം, പ്ലീസ് ഒന്ന് സാറിനോട് പറയൂ. അതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല കുട്ടി. ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നാ എന്റെ ഈ ജോലി പോവും. അയ്യോ, ചെറിയ മാഡം കുറെ കോൾ കാണുന്നുണ്ടല്ലോ. എന്തിനായിരിക്കും? ഹലോ ചേച്ചി, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചേച്ചി എന്ത് ചെയ്യായിരുന്നു? ഒത്തിരി വിളിച്ചു ഞങ്ങള്. എന്താ കാര്യം? ചേച്ചി, അച്ഛന് തീരെ വയ്യാണ്ടായി, നെഞ്ചുവേദന വന്നിട്ട് ഞങ്ങളിങ്ങോട്ട് സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി പെട്ടെന്ന് വാ. ഞാനിപ്പോ വരാം. ചെറിയമ്മ, അച്ഛൻ എന്താ പറ്റി? പെട്ടെന്നൊരു നെഞ്ചുവേദന മോള്. ഞങ്ങളെ വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുക. ഡോക്ടർ, എന്റെ അച്ഛൻ. പേഷ്യന്റിന്റെ പേര് ബാലചന്ദ്രൻ. ആ, പുതിയ കേസല്ലേ? ഒന്ന് വരൂ. പേഷ്യന്റിന്റെ മകളാ. എന്റെ അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? അച്ഛന് ഫസ്റ്റ് ടൈം ആണോ ഈ നെഞ്ചുവേദന വരുന്നേ? അല്ല, ഇതിനു മുന്നേ 1-2 തവണ വന്നിട്ടുണ്ട്. മെഡിസിൻ എടുക്കുന്നുണ്ടോ? ബ്ലഡ് റിസൾട്ടും ECG ഒക്കെ നോക്കിയപ്പോ ഒരു ആർട്ടറി ബ്ലോക്ക് കാണുന്നുണ്ട്. ഡോക്ടർ, എന്റെ അച്ഛൻ ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇമ്മീഡിയറ്റ്ലി ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. ഡിലേ ആകാതെ നോക്കണം. ഡിലേ ആയ ഒരു പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആൻഡ് 3 ലക്ഷത്തോളം രൂപ വരും. 3 ലക്ഷമോ? മെഡിസിൻസ്, സ്റ്റണ്ട്, ICU ചാർജ് എല്ലാം ഉൾപ്പെടെ. പിന്നെ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും. സമയം കളയാതെ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണം. സമയം പോകുന്തോറും പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതി മോശപ്പെട്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യണം ഡോക്ടർ. ഞാൻ പണം. ഓക്കെ, പണം റെഡിയായ കൗണ്ടറിൽ പോയിട്ട് ബില്ലടച്ചിട്ട് വരണം. അതിനുശേഷം സർജറി സ്റ്റാർട്ട് ചെയ്യും. ഈശ്വര, എന്റെ അച്ഛൻ. ഇത്രയും പണത്തിന് ഞാൻ എങ്ങോട്ടാ പോവാ? ആരോടാ ചോദിക്കുക? ഹലോ അപ്പച്ചി, അച്ഛന് പെട്ടെന്ന് വയ്യാണ്ടായി. ഒരു 3 ലക്ഷം തരുമോ?
പെട്ടെന്ന് സർജറി നടത്തണമെന്നാ പറഞ്ഞിരിക്കുന്നെ. ഒന്ന് ചോദിച്ചു നോക്ക് അങ്കിളിനോട്. പിന്നെ നീ അങ്കിളിന്റെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ 3 ലക്ഷം നീ ചോദിക്കപ്പെടുത്ത് തരാൻ. ഒന്ന് പോയാ പിന്നെ. അപ്പച്ചി ഞാൻ തിരിച്ചു തന്നോളാം. സത്യമായിട്ട് ഞാൻ തിരിച്ചു തരും. നീ ചിരിപ്പിക്കാതെ പോയാ പെണ്ണെ. 3 ലക്ഷം അവള് തിരിച്ചു വരും പോലും. 10 പൈസ കൊണ്ടോടി നീ. നീയാ 3 ലക്ഷം തിരിച്ചു തരാൻ നിൽക്കുന്നേ. വെറുതെ ഞങ്ങൾക്ക് എടുത്തു കൊടുക്കാനേ ഇവിടെ 3-4 ലക്ഷം ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലാരും. ഇതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചേക്കുന്നതാ. അപ്പച്ചി പ്ലീസ്, അച്ഛനിപ്പോ ഒരു സർജറി അത്യാവശ്യം ആയതുകൊണ്ടാ. ഒരു 10-100 ആണെങ്കിൽ നോക്കായിരുന്നു. ഇതിപ്പോ 3 ലക്ഷം. എന്ത് കണ്ടിട്ടാ നിനക്കത് തന്നുവിടുന്നേ? നിങ്ങളുടെ വീടിന്റെ ആധാരം ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് എത്ര വർഷമായി? ഇനിയിപ്പോ ജപ്തിക്കാർ എന്ന് വന്ന് വീടെടുത്തുണ്ടോ എന്ന് അറിയാതിരിക്കുമ്പോഴാ നീ 3 ലക്ഷം എനിക്ക് തരുന്നത്. അപ്പച്ചി ഞാൻ എന്തായാലും തിരിച്ചു തരും. അങ്കിളിനോടൊന്ന് പറയൂ. വെച്ചിട്ട് പോയേ തന്നെ. എനിക്കിവിടെ കുറെ പണിയുണ്ട്. ഈശ്വര, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? അച്ഛൻ. എക്സ്ക്യൂസ് മീ, ഇപ്പോ പണം ആവശ്യമുണ്ടല്ലേ? അച്ഛന്റെ സർജറി പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ? നിങ്ങളാരാ? ഞാൻ ആരെങ്കിലും ആവട്ടെ. തനിക്കിപ്പോ ഒരു ജോലിയാണോ? ജോലി? ക്യാഷ് ആദ്യം തരും. അത് കഴിഞ്ഞിട്ട് നീ ജോലി ചെയ്താൽ മതി. ഞാൻ ചെയ്യാം. ഞാൻ എന്ത് ജോലി വേണേലും ചെയ്യാം. എന്റെ അച്ഛനെ രക്ഷിക്കണം. ഓക്കെ, ഞാൻ പണം അടച്ചിട്ട് വരാം. സർജറി നടക്കട്ടെ. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പൊ നിന്റെ അച്ഛന്റെ സർജറി സ്റ്റാർട്ട് ചെയ്തു. ഇനി നിനക്ക് ജോലി ചെയ്യാമല്ലോ. എവിടെയാ ജോലി? എന്ത് ജോലി എനിക്ക്? ഇതൊരു ജോലിയല്ല, ഒരു കോൺട്രാക്ട്. കോൺട്രാക്ടോ? എന്ത് കോൺട്രാക്ട്? കോൺട്രാക്ട് മാരേജ്. മാരേജോ? യാ, എന്റെ ബോസിനൊരു വൈഫ് വേണം. ജസ്റ്റ് കോൺട്രാക്ട് വൈഫ്. ഇതൊരു ഡീലായിരുന്നു. നിന്റെ അച്ഛനെ ഞാൻ സഹായിച്ചു. ഇനി എനിക്ക് വേണ്ട സഹായം നീ ചെയ്തു തരണം. അതുപോലെയാണോ ഇത്? മാരേജ് എന്നൊക്കെ പറയുമ്പോ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലും നടക്കുന്ന നല്ലൊരു കാര്യല്ലേ? എല്ലാവർക്കും എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവും അതിനെ കുറിച്ച്. അതിങ്ങനെ ഒരു കോൺട്രാക്ട് ആയി. എങ്കിൽ ഞാനിപ്പോ പറയാം സർജറി സ്റ്റോപ്പ് ചെയ്യാൻ. എന്താ, വേണോ? വേണ്ട, എന്റെ അച്ഛനെ രക്ഷിക്കാൻ എനിക്കിത് ചെയ്തേ പറ്റൂ. ഞാൻ നിങ്ങൾ പറയുന്ന പോലെ എന്തും ചെയ്തോളാം. ഓക്കെ, അപ്പൊ എന്റെ കൂടെ വന്നോളൂ. ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാ? കൂടെ വേറെ ആരും ഇല്ലേ? അമ്മയും അനിയത്തിയും ഉണ്ട്. ഇവിടെ എന്താവശ്യം വന്നാലും അതൊക്കെ ഡീൽ ചെയ്യാൻ ആൾക്കാരെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പോവാം. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. ജസ്റ്റ് 5 minutes, അതിനുള്ളിൽ വന്നേക്കണം. ചെറിയമ്മേ, മോളെ, എനിക്കൊരു ജോലി കിട്ടി ചെറിയമ്മേ. ഞാൻ പോവാ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എവിടെയാ ജോലി? ഇതിപ്പോ എങ്ങനെ? ഞാൻ പൈസ ചോദിച്ച് കോൾ ചെയ്യുന്നത് ഒരാൾ കേട്ടു. അയാളുടെ നല്ല മനസ്സുകൊണ്ട് അയാൾ എനിക്കൊരു ജോലി തരാന്ന് പറഞ്ഞു. അയാളാ ഇപ്പൊ പൈസ കൊടുത്തേ. അങ്ങനെയാ അച്ഛൻ്റെ സർജറി സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് പോയാ പറ്റൂ. ഞാൻ വന്നോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ശരി മോളെ. എന്താ നിന്റെ പേര്? ഇഷ്വിക മേനോൻ. ദിസ് ഇസ് എ ഡീൽ. എമൗണ്ട് 6 lakh ആണ്. അതിൽ 3 lakhs തന്നു കഴിഞ്ഞു ഓൾറെഡി. ആൻഡ് നിന്റെ അച്ഛൻ്റെ സർജറിയും സ്റ്റാർട്ടാക്കി. ഇനി ഡീൽ എന്ന് അവസാനിച്ചു പോകുന്നു അന്ന് ബാക്കി കൂടെ തരും. ദാൻ എൻ്റെ കണ്ടീഷൻസ്. ഫാമിലിക്ക് മുന്നിൽ നമ്മൾ പെർഫെക്റ്റ് കപ്പിളായിരിക്കണം. എന്നാൽ ബെഡ്റൂമിൽ വി ആർ ജസ്റ്റ് സ്ട്രേഞ്ചേഴ്സ്. This is just a contract marriage. No emotions, no strings, no love and no attachment. Just a deal. Then sign the papers. From this moment, you're my wife. Just contract wife.